ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഭയങ്കര സന്തോഷമായിട്ടൊന്നും വീഡിയോ ഇടാൻ തോന്നുന്നില്ല. കാരണം നമുക്ക് ഇന്ന് വളരെയധികം എനിക്ക് വിഷമം തോന്നി. ഇന്നൊന്നല്ല, ഒരു 3-4 ദിവസമായിട്ട്. കാരണം ഞാനൊരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ്. 3 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിലൊരു അംഗമാണ് ഞാൻ ഇളയ ആളാണ്. ഞങ്ങൾ 3 പെൺമക്കളിൽ. അപ്പോൾ ഒരു അമ്മ സിംഗിൾ പാരൻ്റായിട്ടാണ് ഞങ്ങളുടെ അമ്മ വളർത്തിയത്. ഫാദർ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ നോ മോർ. പിന്നെ അമ്മ മാത്രമായിരുന്നു. അമ്മ വീട്ടുപണിക്കൊക്കെ പോയാൽ ഞങ്ങൾ വളർത്തിയത്. അപ്പോൾ ഞങ്ങൾ തികച്ചും ഒറ്റപ്പെടൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ലൈഫ്. കാരണം ഞാനും എൻ്റെ മൂത്ത ചേച്ചിയും ഹോസ്റ്റലും, പിന്നെ ഒരാൾ പിന്നെ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ ആയിരുന്നു. വളരെയധികം ഒറ്റപ്പെട്ട് കഴിഞ്ഞ സമയത്തും ഒരു പക്ഷേ എന്താ പറയുക, ആരോടും ഒന്നും ഷെയർ ചെയ്യാനൊന്നും ഞങ്ങൾക്കൊന്നും പറ്റില്ലായിരുന്നു. കാരണം ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മളുടെ ഇല്ലായ്മയായിരുന്നു അത് ഏറ്റവും വലിയ ഇത്. ഇന്ന് അപ്പോൾ എന്താ പറയുക, ഞാൻ പറയാൻ വന്നത്, നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിൽ പോലും അമ്മ ഞങ്ങൾ 3 പേരെയും പഠിപ്പിച്ചു കേട്ടോ. ഞങ്ങൾ പഠിച്ചൊരു ജോലിയൊക്കെ കയറി നമുക്ക് സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ മാറിയതിന് ശേഷമാണ് ഏകദേശം മാറിയ ശേഷമാണ് കല്യാണം 3 പേരും വിവാഹ ജീവിതം തിരഞ്ഞെടുത്തത്. എന്നിട്ടിപ്പോൾ ഞാൻ എക്സ്റേ ടെക്നീഷ്യനാണ്. ഏകദേശം ഞാനൊരു 10-12 വർഷം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. നമ്മൾ സ്വന്തം പുകഴ്ത്തി പറയുന്നതായിട്ട് എന്നെ കാണുന്നവർക്കൊന്നും തോന്നരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. കാരണം 10-12 വർഷം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനായിരുന്നു അവിടെ ടോപ്പറായിരുന്നു. പക്ഷേ എന്താ പറയുക, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്റേ ടെക്നീഷ്യൻ മാത്രമായിരുന്നില്ല, CM ടെക്നീഷ്യനായിരുന്നു, OT ടെക്നീഷ്യനായിരുന്നു, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെയെല്ലാം ഏകദേശം ലേബർ റൂം വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, സർജറി വരെ. അത്രത്തോളം കുറച്ച് മുമ്പാണ്, ഇപ്പോഴുള്ള 10-12 വർഷം മുൻപ്. അപ്പോൾ 10-12 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായി എനിക്ക്. കല്യാണം കഴിഞ്ഞു 9 വർഷമായി, 2 മക്കളായി. അപ്പോൾ ഞാൻ പോലും ഒരു ജോലിക്ക് സമീപിക്കുമ്പോൾ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ഇതിൽ പോയപ്പോൾ അവർ പറഞ്ഞു, അത്രയും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഞാനാണ്. ഇപ്പോഴത്തെ എന്ത് തന്നെ ടെക്നോളജി മാറിയാലും എക്സ്റേ എന്ന് പറയുമ്പോൾ ആ രീതി തന്നെയല്ലേ എടുക്കുന്നത്. ടെക്നോളജി ചെറിയൊരു കമ്പ്യൂട്ടറൈസിലേക്ക് മാറുമ്പോൾ ആ ഒരു ചെറിയൊരു ടെക്നിക്ക് മാത്രമേ മാറുന്നുള്ളൂ. എങ്ങനെ തന്നെയായാലും കൂടിപ്പോയി ഒരാഴ്ച ട്രെയിനിങ് കഴിഞ്ഞ് എനിക്കത് മതിയാവും. പക്ഷേ ഞാൻ ശ്രമിച്ചെടുത്തപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നതാണ്, 1 വർഷം ട്രെയിനിങ് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും ട്രെയിനിങ് ഇവിടെ എടുക്കണം, എന്നിട്ട് നോക്കാം, എന്നിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി. കാരണം ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല, തമിഴ്നാടാണ്. ഞാൻ കേരളത്തിലാണ് പറഞ്ഞത്, നമ്മുടെ വയനാട് ജില്ലയിലാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോകുമ്പോൾ പോലും എന്താ പറയുക, വളരെയധികം വിഷമം തോന്നുന്നു, സത്യം പറയാലോ. വിഷമം തോന്നുന്നു. ഒരു ഒരു സർവീസ് ഗ്യാപ്പ് വരുമ്പം നമ്മൾ പുതിയതായിട്ട് ന്യൂ ആയിട്ട് പഠിച്ചിറങ്ങിയത് പോലത്തെ ഒരു ഫീലാണ്. മറ്റുള്ളവർ നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസിനൊന്നും യാതൊരു വിലയില്ല. ഞാനത് പറയാൻ വരുന്നത്, 2 ദിവസം മുമ്പ് നമുക്ക് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ച ഒരു അമ്മയും മക്കളും. ശരിക്കും പറഞ്ഞാൽ വളരെയധികം വിഷമം തോന്നി കേട്ടപ്പം. കാരണം ആ അമ്മ 2 മക്കളെയും കൊണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിക്കണമെങ്കിൽ ആ അമ്മ അനുഭവിച്ച മാനസിക പ്രശ്നം എന്തായിരിക്കുമല്ലേ. ആരും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല സപ്പോർട്ട്, തീർച്ചയായിട്ടും. കാരണം സ്വന്തം പാരൻസ് പോലും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അവർക്കൊരു ബാധ്യത ആകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെയാണോ? കാരണം പിന്നെ ഞാൻ അറിഞ്ഞു അതൊരു BSc നേഴ്സാണ്. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് എനിക്ക് വിഷമമായി ആ ഒരു വാക്ക് കേട്ടപ്പോൾ. ഒരു BSc നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അത്രയും ക്വാളിഫൈഡായ സ്റ്റാഫ്, എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, ആ പേഴ്സൺ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു എൻ്റെ ചിന്ത. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അതിൻ്റെ റിയൽ ഒരു വീഡിയോ, ഒരു ന്യൂസ് വന്നത്. അത് ശരിക്കും അതുപോലെ സർവീസ് ഗ്യാപ്പ് വന്നതുകൊണ്ട് ആരും അവർക്കൊരു ജോലി കൊടുത്തില്ല, ഒരു ഹോസ്പിറ്റലിലും. ഇന്ന് അവരുടെ മരണത്തിന് ഉത്തരവാദികൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും അവർ പോകുന്ന ചർച്ചും ഫാദേഴ്സും, എന്താ പറയുക, അവൾ ജോലി അന്വേഷിച്ച് പോയ ഹോസ്പിറ്റൽ ജീവനക്കാരൊക്കെ അതിന് ഉത്തരവാദികളാണ്. ഈ ലോകത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവം എന്നൊരു ശക്തിയുണ്ട്. അതിന് മുന്നിൽ അവിടെ ഒരു വൈദികനോ ഒരു സാധാരണ ഒന്നുമില്ല. ഒരുത്തനും കണക്ക് പറയാതെ പോവില്ല. ഭയങ്കര വിഷമം തോന്നി. കാരണം അത്രയും പക്ഷേ അവൾ എന്താ പറയുക, ഒരേ ഹോസ്പിറ്റൽ സമീപിച്ചു, ആരും കൊടുത്തില്ല. ആ 2 മക്കളെ പഠിപ്പിക്കണ്ടേ അല്ലേ. പിന്നെയും ഞാൻ കരുതി, ഇനി ഭർത്താവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും മക്കളെ എന്തിനാ കൊന്നേ,
അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം മക്കൾ എന്ത് തെറ്റ് ചെയ്തു? കുഞ്ഞു മക്കൾ, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനിയുള്ള കാലം ഒരുപാടുണ്ട് ജീവിക്കാൻ അവർക്ക് എന്ന് തോന്നി. പക്ഷേ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അത് എത്രത്തോളം സത്യം ഉണ്ടെന്നല്ല, പക്ഷെ നാട്ടുകാർ തന്നെയാണ് പറയുന്നത്. കാരണം അവരുടെ ഭർത്താവിൻ്റെ അനിയൻ ഫാദറാണ്, ഓസ്ട്രേലിയ സംതിങ് അവിടെ വർക്കാണ്. ആ മനുഷ്യൻ സെക്സ്വൽ രീതിയായിട്ട് മിസ്ബിഹേവ് ചെയ്തു. അത് കാരണം, പേടി കാരണമാണ് അവിടെ നിന്ന് പോയതെന്ന്. അത് ചിലർ ഒത്തിരി പേര് കമൻസ് ഉണ്ട്. അവളെന്താ അപ്പം പറയാത്തെ, അപ്പോൾ പോലീസിനോട് പറയാൻ പറ്റുമോ? ഒരു സ്ത്രീയായിരുന്നു കൊണ്ട് മാത്രമല്ല, ഞാൻ ചോദിക്കുന്ന സ്ത്രീകളോട് മാത്രമാണ്. നിങ്ങൾ മനസ്സാക്ഷി തൊട്ട് പറ, നിങ്ങളോട് ഒരാൾ ഒരു മിസ്ബിഹേവ് ചെയ്താൽ നിങ്ങൾ ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോകുമോ? പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നീതി കിട്ടുമോ? അവരുടെ ക്വസ്റ്റ്യന് മുമ്പിൽ നമ്മൾ 0 ആയിപ്പോവും. അതിനേക്കാളും നല്ലത് വീട്ടിൽ ഇരിക്കുന്നതാണ് അല്ലേ? അവരുടെ ക്വസ്റ്റ്യനും നമുക്കത് താങ്ങാൻ കഴിയില്ല. എവിടെ തൊട്ടു, എങ്ങനെ തൊട്ടു, എവിടെ തൊട്ടു, ഏത് രീതിയിലാണ് നോക്കിയത്, നിങ്ങളപ്പോൾ ഏത് വസ്ത്രധാരണമായിരുന്നു, ഇതൊക്കെ ആയിരിക്കും അവരുടെ ചോദ്യം. അവരുടെ ചോദ്യം നമുക്ക് മറുപടി പറയാൻ പറ്റില്ല, അതല്ലേ സത്യം. അതുപോലെ ആത്മഹത്യ ചെയ്തു ആ ഒരു അച്ഛൻ, ഒരു വൈദിക കുപ്പായിട്ടൊരു മനുഷ്യൻ. വൈദികരെന്ന് പറയുമ്പോൾ എന്താ, ദൈവത്തിൻ്റെ പ്രതിപുരുഷനെന്നല്ലേ പറയുക? പോട്ടെ, മനുഷ്യൻ. പക്ഷേ സ്വന്തം വൈദികൻ്റെ അനിയൻ്റെയോ ചേട്ടൻ്റെ എങ്ങാണ്ട് ഭാര്യയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യയാണെങ്കിൽ അമ്മയെ പോലെയാണ്, അനിയൻ്റെ ഭാര്യയാണെങ്കിൽ അനിയത്തിയാണ് അല്ലേ? ആ ഒരു ഇതുപോലും ചെയ്യാതെ ആ സ്ത്രീയെ മാനസികമായും ശാരീരികമായും മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ആ സ്ത്രീ 3 മക്കളുണ്ട്. എന്തുകൊണ്ട് 2? ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്. 3 മക്കളുണ്ട്, 2 പെണ്ണും ഒരാണും. ഒരമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. ഈ 3 മക്കളും ഒരുപോലെ തന്നെയാണ്. ഇന്നെനിക്ക് ആ 2 മക്കളുടെ അമ്മയാണ്. ഇളയ മോൾക്ക് 4 വയസ്സുണ്ട്, മൂത്ത മോന് 7 വയസ്സുണ്ട്. ചില സമയം ഇളയ മോളോടേക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, കാരണം വേറെ ഒരാളുടെ കുഞ്ഞായതുകൊണ്ട്. മൂത്തവൻ ഇച്ചിരി കൂടെ വലുതായി. പക്ഷേ ലവ് എന്ന് നോക്കുമ്പോൾ 2 പേരും ഒരുപോലെയല്ലേ? നമുക്കൊരു ചെറിയൊരു തോതിൽ പോലും പരസ്പര വ്യത്യാസം അവർ തമ്മിലില്ല അല്ലേ? അപ്പോൾ ഈ അമ്മയ്ക്ക് 3 മക്കൾ ഒരുപോലെ തന്നെ ആയിരിക്കില്ല. എന്തുകൊണ്ടായിരിക്കും 2 പെൺമക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത്? അവർ കൈക്കുഞ്ഞുങ്ങളല്ല എടുത്തുകൊണ്ട് ചാടാൻ അല്ലേ? അത്യാവശ്യം എതിർക്കാനും വേണ്ടാന്ന് പറയാനും മരണം എന്താണെന്ന് അറിയാനും മരണത്തിൻ്റെ ആ ഒരു അതൊക്കെ അറിയുന്ന അത്യാവശ്യം മനസ്സിലാവുന്ന കൊച്ച് തന്നെയാണ് മൂത്ത കൊച്ച് അല്ലേ? പക്ഷേ ആ മോനെ വിട്ടിട്ട് എന്തുകൊണ്ട് 2 പെൺമക്കളെ മാത്രം എടുത്തുകൊണ്ട് ചാടി? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അത് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആൻസറാണ്. തന്നെ ഒരാൾ മിസ്ബിഹേവ് ചെയ്ത് തന്നോടൊരു ലൈംഗിക ചൂഷണം നടത്തി, പിന്നെ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഭർത്താവിൻ്റെ സപ്പോർട്ടും ഇല്ല, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും ഇല്ല, പിന്നെ സ്വന്തം വീട്ടിൽ എത്രത്തോളം സപ്പോർട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. സ്വന്തം വീട്ടിൽ മക്കളെ കൊണ്ടാക്കിയിട്ട് എങ്ങനെ ഒരു ജോലിക്ക് പോകാമെന്ന്. പക്ഷേ ഹോസ്പിറ്റലുകാരൊന്നും കൊടുത്തില്ല. സ്വന്തം എന്താ പറയുക, ചർച്ചിലൊന്നും ഒരു റെക്കമെൻഡേഷൻ പോലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? ഇന്നെല്ലാം പണത്തിൻ്റെ പുറകെയാണ്. കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് അച്ഛന്മാരോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അച്ഛൻ ഒരു ജോലി വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചാൽ വാങ്ങിത്തരില്ല. അവർ മിണ്ടത്ത് പോലുമില്ല. ചില സമയം നമുക്കത് യോഗ്യത ഉണ്ടെങ്കിലും ഒരു ചെറിയ കാര്യം, ഇപ്പോൾ സർവീസ് ഗ്യാപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര തന്നെ നേഴ്സായാലും ഒരു മാസത്തെ ട്രെയിനിങ്ങിൻ്റെ, കാരണം BSc നേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും പഠിച്ച ഉടനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? പിന്നെ ഒരു 1 മന്ത് എക്സ്പീരിയൻസ് മതി അവർക്ക്. ആ ഒരു 1 മന്ത് റീകോൾ ചെയ്യാൻ 1 മന്ത് മതി. അപ്പോൾ അത് കൊടുക്കാത്ത എല്ലാ മരണത്തിന് കാരണമാണ്. മാത്രമല്ല ആ ഒരു സ്ത്രീ ഒരു സപ്പോർട്ടും തൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടാവുന്നപ്പോൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? എന്നെ ഈ ഇത്രയും പ്രായമുള്ള എന്നെ കാമക്കണ്ണിൽ കൂടെ നോക്കുന്ന ഫാമിലീസ് നാളെ 2 മക്കൾ വളർന്ന് വലുതായി വരുമ്പോഴും ഇതേ കണ്ണോടെ തന്നെയല്ലേ നോക്കുക? അങ്ങനെ തന്നെയല്ലേ ആ സ്ത്രീ ചിന്തിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും. ഒരു പക്ഷേ അവരുടെ അടുത്തൊരു സ്ഥലത്ത് ഞാനുണ്ടെന്ന് അത് തന്നെ ചിന്തിക്കുക. കാരണം നമ്മൾ ആൺമക്കൾ കാരണം അവർക്ക് ഇങ്ങനെ ഒരു ചൂഷണം ഉണ്ടാവില്ല. അവർക്കിപ്പോൾ ആരുടെ പിന്നെ ഇപ്പം നമ്മളെ മക്കളൊക്കെ സ്റ്റേബിളായി, പക്ഷേ അത് കുറച്ച് പഠിച്ച് കഴിയണം. നമ്മൾ വിചാരിക്കും പെൺമക്കൾ 10ാം ക്ലാസ് പഠിച്ചാൽ മതി, എവിടെ പോയാലും ജീവിക്കാൻ വെറുതെയാണ്. എത്ര തന്നെ ഈക്വാലിറ്റി എന്ന് നിങ്ങൾ പറഞ്ഞാലും, ലോകം ഈക്വാലിറ്റിനെ വാഴ്ത്തി തള്ളിയാലും നോ ഈക്വാലിറ്റി ഇല്ല. ആണിന് തന്നെയാണ് ആധിപത്യം. ചിലപ്പോൾ ഒരുപാട് കള്ളക്കേസിലൊക്കെ പെട്ട് കൊടുക്കുമായിരിക്കും ആണുങ്ങൾ. അതൊക്കെ എല്ലാ പെണ്ണുങ്ങളും നല്ലതെന്ന് പറയുന്നില്ല. പക്ഷേ ആണിന് തന്നെയാണ് ആധിപത്യം. എവിടെ പോയാലും ആണിന് തന്നെ ആധിപത്യം. ഒരു ബസ്സിൽ പോകുന്ന ഒരു സ്ത്രീയെ തൊടുന്ന ആണിനെ എന്താ പറയുക? ഒരു സ്ത്രീ ആണെങ്കിലോ തിരിച്ച് അവൾ വേശ്യയായിരുന്നാൽ പോലും ഒരു ആണിൻ്റെ ഇഷ്ടമല്ലാണ്ട് അവൻ്റെ ശരീരത്തിൽ അവൾ തൊടുവോ? ഇല്ല. പക്ഷെ ആണാണെങ്കിലോ ബസ്സിൽ അല്ലേ, നോട്ടം കൊണ്ട് ഒന്ന് ഷോളൊന്ന് മാറിയാൽ, ഷോൾ ഇട്ടില്ലെങ്കിൽ സാരിയുടെ ഒരു സൈഡൊന്ന് മാറിയാൽ പിന്നെ കണ്ണ് നേരെ പോകും നെഞ്ചിലേക്കാണ്. പിന്നെ കമൻസായി.
പിന്നെ അടുത്ത് വന്നിരുന്ന് തോണ്ടലായി. ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത് ഈ ലോകത്ത്. ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ ആൾക്കാർ പറയും, ഓ നിങ്ങൾ ജീൻസ് ഇട്ടുകൊണ്ട് നടന്നിട്ടാണ്, സാരി എടുത്തുകൊണ്ടല്ല എന്താണ് സാരി എടുത്തുകൊണ്ട് കിടക്ക്, അല്ലെങ്കിൽ 2 സൈഡും ഷോള് പിന്നു കുത്തി നടക്ക്, എന്നാൽ ഇതെല്ലാം മാറും. നോക്കും ആണോ? ഈ വളരെ ചെറിയ പ്രായത്തിലൊക്കെ ജീൻസൊക്കെ ഇടുന്നതിന് മുമ്പേ ശരീര വളർച്ച പൂർണ്ണമാകാത്ത പിള്ളേരെ പോലും വളരെയധികം ലൈംഗിക ചൂഷണം ചെയ്യുന്ന ആണുങ്ങളാണ്, പെണ്ണുങ്ങളല്ല അല്ലേ? പിന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ആണുങ്ങളാണ്. അപ്പോൾ ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ കുറവാണ് നല്ലവർ. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഒരു 100 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 80% പോലും നല്ലവരില്ല. ഒരു 20% പോലും ഉണ്ടോ സംശയമാണ്. കാരണം അവർ അറിയില്ല എന്താണ് ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് എന്തും ചെയ്തോട്ടെ. അങ്ങനെ ചെയ്യുന്ന കാലത്ത് ആ സ്ത്രീ ചിന്തിച്ചിട്ട് തെറ്റൊന്നുമില്ല. 2 മക്കളെയും കൊണ്ട് പോകാം. നാളെ നമുക്ക് നമ്മളെ ഇങ്ങനെ ഒരു ചൂഷണം ചെയ്യുന്നവർ ഈ 2 മക്കളും വളർന്ന് വലുതാവും. അവരെയും ഈ തരത്തിലല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചൂഷണം ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കില്ല അമ്മ പൊന്നു മക്കളെയും കൊണ്ട് പോയത്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. കാരണം അതുപോ 3 പെൺമക്കൾ എന്ന് പറയുന്ന 3 മക്കൾ വളർന്നൊരു സ്ഥലമാണ് എൻ്റെ വീട്. അപ്പോൾ തേങ്ങ വീട് പേടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ മാനസിക ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ നല്ലോണം എനിക്കറിയാം. ഒരു ആൺതുണയില്ലാതെ നമ്മൾ പറയും, ഓ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുക, എന്ത് ആൺതുണ. പക്ഷേ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറേയൊക്കെ വേണം. ഞാൻ പറഞ്ഞ ഭർത്താവ് എന്നൊരു ആൺതുണയല്ല. ഒരാങ്ങളെയോ ഒരപ്പനോ ഉണ്ടെങ്കിൽ സേഫാണ് ലൈഫ്. ആരെങ്കിലും ഒരാൾ നമുക്ക് കാണും അവസാനം വരെ നോക്കാൻ. ഒന്നുകിൽ അപ്പൻ മരിക്കുന്നവരെ നമ്മളെ നോക്കും, അല്ലെങ്കിൽ ആങ്ങള ഏതെങ്കിലും ഒരു തരത്തിൽ നോക്കും, അല്ലെങ്കിൽ ആൺമക്കളെങ്കിലും നമ്മളെ നോക്കും. പക്ഷേ വാക്കുകളില്ല. ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. നിത്യശാന്തി കിട്ടുമോ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ? അതും എനിക്കറിയില്ല. പക്ഷേ ഈ ലോകമെന്നല്ല, ദൈവം എന്നൊരു ശക്തി ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ കാരണക്കാരെല്ലാവരും നിയമത്തിന് മുന്നേ കൊണ്ടുവരണം. അവനൊന്നും ജീവിക്കാനുള്ള ഒരു യോഗ്യതയില്ല, ജീവിക്കാൻ അനുവദിച്ചുകൂടാ. ഒന്നും വേണ്ട. 2 മക്കളുടെ ജീവൻ്റെ വില അവരോട് ചോദിക്കണം. നിയമശക്തമാവട്ടെ. പറയാൻ വാക്കുകളില്ല. താങ്ക് യു.